ഇഷ്ടപ്പെടുന്ന ഒരാളാകുമ്പോഴത്തേക്കും ആഘോഷത്തിന് കുറച്ചും കൂടെ മധുരം കൂടും. അപ്പൊ അങ്ങനെ ഒരാളെ തന്നെ കൊണ്ടുവരാം അല്ലേ നിഷേട്ടാ? തീർച്ചയായിട്ടും. സത്യത്തിൽ ഓണം കൊണ്ടുവന്ന ആരാ? നമ്മൾ ആരും ഓണവേഷത്തിലല്ല, അന്നാമയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച്. തിരക്കുകളുണ്ട്, ധാരാളം തിരക്കുള്ള ആളാണ്, കാരണം ഒരു സംരംഭകയാണ്, നല്ലൊരു വ്ളോഗറാണ്. സത്യത്തിൽ എത്ര പേർക്ക് അറിയാൻ അറിയില്ല, ഒരുപാട് അല്ലെ സംരംഭത്തെ കുറിച്ച് അതറിയില്ല. അതറിയോ, ഒരു എഴുത്തുകാരി കൂടിയാ. എഴുതിയിട്ടുണ്ട്, അതിനെ കുറിച്ച് എനിക്കറിയാം, ഞാൻ വായിച്ചിട്ടുണ്ട്. ഒത്തിരി യാത്ര ചെയ്യാറുണ്ട്, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. നാദറിനെ ഒത്തിരി നാളെ മുമ്പേ അറിയാം. പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ച് പുസ്തകം ഫോണിൽ മാത്രം എഴുതിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഒരു കുട്ടീനെ പഠിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പം നമ്മളത് ആ കുട്ടീനെ കൊണ്ട് അതിൻ്റെ ഞാൻ മലയാളം എഴുതി, ആ കുട്ടി അതിൻ്റെ ഇംഗ്ലീഷ് എഴുതി. യെസ്. എന്നിട്ട് ആ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു തുകയായിരുന്നു. അതിനുവേണ്ടി അത്രയും ഒരു സയൻസ് അങ്ങനെ പബ്ലിഷ് ചെയ്തതാണ്. ഇപ്പം അത് ആദ്യത്തെ മൊത്തം വിറ്റുപോയി. അപ്പം ഇപ്പം നമ്മൾ കുറേ പേര് പറഞ്ഞു ഇനി പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ രണ്ടാമതൊരു പെൺകുട്ടീനെ ദത്തെടുത്തിട്ട് അതിൻ്റെ തുക രണ്ടാമതും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രണയത്തിൻ്റെ മുറിവടയാളങ്ങൾ. അത് നമ്മൾ ചാനൽ വഴി പ്രണയത്തിന്റെ മുറിവ് അടയാളങ്ങൾ, മുറിവ് അടയാളങ്ങൾ ചാനലിൽ കൂടെ മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും മാഡത്തിന്റെ ഒരുപാട് വീഡിയോസ് അന്നമ്മന്ന് വിളിക്കാം. ഞാൻ അന്നമ്മയുടെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു ഡൗട്ട് ചോദിക്കാനുള്ളത്, ഈ ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ സൗണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പറയുന്നവര് വളരെ കുറച്ചാണ് കേട്ടോ. നിങ്ങള് പറയട്ടെ. അല്ല, ഞാൻ അതൊരു ശൈലിയാണോ? അതെ 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 തീർച്ചയായിട്ടും. അതായത് നമ്മൾ ശരിക്കും ഒരു കുഗ്രാമത്തിലാണ്. നമ്മൾ ബേസിക്കലി കൃഷിക്കാരാണ്, നമ്മുടെ ചുറ്റുമുള്ളവരും കൃഷിക്കാരാണ്. ഞങ്ങൾ ശരിക്കും മണ്ണിന്റെ മക്കൾ എന്ന് പറയാൻ അഭിമാനം കൊള്ളുന്നവരാണ്. അപ്പൊ ഞങ്ങൾ മണ്ണിൽ പണിയെടുക്കും, കഷ്ടപ്പെട്ട് വേർത്ത് കുടിച്ച് വന്ന് നമ്മൾ കപ്പയും ചേനയും ചെയ്യുമ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കാന്താരി കഴിക്കും. വിശപ്പ് തീർച്ചയായിട്ടും നമുക്കിവിടെ കഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ. വളരെ ചുരുക്കം പേര് മാത്രമാണ് ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ നെഗറ്റീവ് കമന്റ്സ് ധാരാളം വരുന്നുണ്ടെന്നുണ്ടല്ലേ? അത് വേറെ ഒന്നിനെ കുറിച്ചും ആർക്കും നെഗറ്റീവ് ഇല്ല. അതായത് ഇപ്പൊ നമ്മള് പലരുടെയും ചാനലിൽ പലർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റില്ലല്ലോ. നമ്മള് പലരും നമുക്ക് വീഡിയോ അയച്ചു തരാറുണ്ട്. 2 വയസ്സുള്ള പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ ഭക്ഷണം കഴിക്കാൻ മടി വരുമ്പോ പൂക്കാച്ചി വരുന്നു, പൂക്കാച്ചി ഇപ്പൊ അമ്മമാര് സ്റ്റൈല് മാറ്റി അന്നമ്മയുടെ വീഡിയോ കാണും. അതായത് കുട്ടികളെ കൊതിപ്പിച്ചിട്ട് പണ്ട് ഭയപ്പെടുത്തിയാണ് കഴിപ്പിക്കുന്നതെങ്കിൽ ഒത്തിരി പേര് വീഡിയോ അയച്ചു തരാറുണ്ട്, നമ്മൾ ചാനലിൽ ഇടാറുണ്ട്. അപ്പൊ ഒരു 2 വയസ്സ് മുതൽ ഒരു 90 വയസ്സ് വരെ കാണുന്നവർക്ക് ഒരുമിച്ച് കുടുംബസമേതം ഇരുന്ന് നമ്മളുടെ വീഡിയോ കാണാം. നമ്മളുടെ ഡ്രസ്സിങ്ങിൽ കുഴപ്പമില്ല, നമ്മളുടെ സംഭാഷണം കുഴപ്പമില്ല, കണ്ടന്റ് കുഴപ്പമില്ല. ആകെ കുഴപ്പം എല്ലാവർക്കും എന്തേ ഉള്ളൂ, നമ്മൾ ആസ്വദിച്ച് കഴിക്കാൻ. രസം എന്ന് പറഞ്ഞാൽ ഒരു 10% പേർക്കേ ഇഷ്ടപ്പെടാത്തുള്ളൂ, ബാക്കി 90% പേർക്ക്. അതിനിടയ്ക്ക് എനിക്ക് പറയേണ്ടതോ, ഞാൻ അത് പറയാൻ ഇവന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത്, നമ്മൾ എപ്പോഴും ഈ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര സ്റ്റൈല് നോക്കും. പുറത്ത് നോക്കുമ്പോ ഞാനൊക്കെ വീട്ടിൽ നമ്മളിങ്ങനെ കയ്യൊക്കെ ലിക്ക് ചെയ്ത് കഴിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ. പക്ഷെ നമ്മൾ പുറത്ത് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയപ്പോലും ക്യാമറ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ലേ എടുത്ത് കഴിക്കും. അപ്പൊ ഈ കഴിക്കുന്നതിന് അങ്ങനെ ഒന്നും ഒരു ഇതുമില്ലാതെ വളരെ ഫ്രീ ആയിട്ട് ആസ്വദിച്ച് ശബ്ദമൊക്കെ വരും, അങ്ങനെ വായക്കിട്ട് നല്ല ഞെരടി അങ്ങനെയൊക്കെ കാണിക്കൂ. അപ്പൊ അത് ചിലപ്പോ ചിലർക്ക് കാണുമ്പോ ഭയങ്കര അലോചകമായിട്ടും. ശരി, പക്ഷെ എന്നാ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ്. നമ്മളൊക്കെ എന്താ പറയാ, സിനിമ കാണാൻ തുടങ്ങിയ നാള് മുതൽ ബീന ഉണ്ട്. അതെ, ബീന ഒരു വലിയ ഇത്രയുള്ള ഒരു മാങ്ങാണ്ടി, മാങ്ങ ഏകദേശം തിന്നു, എന്നാലും എന്റെ ഇഷ്ടം പോലെ ഫ്ലഷ് ഉണ്ട്. ബീന ഒന്ന് തിന്ന് കാണിച്ചു. അങ്ങനെയല്ലേ കഴിക്കുക. അത് കൈ കൂടെ നമ്മുടെ ഒഴുകും, അത് ചിലപ്പോൾ ഒക്കെ ചെയ്യും. കത്തിയും മുള്ളും കൊണ്ട് ആരെങ്കിലും
ഇല്ല സാധാരണ കഴിക്കുമ്പോ അങ്ങനെ അങ്ങനെ ഒരു കഴിക്കില്ല. ദിവസം കഴിച്ചല്ലേ മാങ്ങ കഴിച്ചല്ലേ അയ്യോ അപ്പൊ എനിക്ക് അതാണ് ഞാൻ മനസ്സിലായി പറഞ്ഞത്. ഈ മാങ്ങ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ എങ്ങനെ എല്ലാം കഴിക്കും? കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എന്തൊരു പേടിയില്ലേ സമയത്ത് ഒരാള് നെഗറ്റീവ് കമന്റ് പറഞ്ഞാൽ നമ്മളൊന്നും അയ്യോ അങ്ങനെ കഴിച്ചതാണ് ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഇതിൻ്റെ അകത്ത് കൈ ഇങ്ങനെ എടുത്തപ്പോ പ്രശ്നമായി അങ്ങനെ എന്നൊക്കെ. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്ത് എപ്പോ കഴിക്കുമ്പോഴും ആസ്വദിച്ചെല്ലാം ഞെരടി അങ്ങനെ ഇങ്ങനെ കഴിക്കും. അപ്പൊ അതൊരു ആരെയും മൈൻഡ് ചെയ്യുന്നില്ല, അത് ആസ്വദിച്ച് കഴിക്കുക തന്നെയാണ്. നമ്മളായിട്ടിരിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കരുത്. അങ്ങനെ നമ്മളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരിടത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഒരുപാട് നമ്മളെല്ലാവരും നമ്മളായി തന്നെയാണ് തുടരുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ നമുക്ക് 4 ടീമുകളാണുള്ളത്. ദീപനും എംഎച്ച് കൂടുന്ന ഒരു ടീം, ദിവ്യയും ക്രിസ്തും ചേരുന്ന ഒരു ടീം, വിഷ്ണുവും നാദിരയും ചേരുന്ന ഒരു ടീം, ബീൻ ആന്റണിയും നവീൻ അറക്കിലും ചേരുന്ന ഒരു ടീം. അങ്ങനെ 4 പേരാണ്. നമ്മുടെ എപ്പിസോഡിൽ ഏതെങ്കിലും കാണാനുള്ള ഞാൻ കുറേ എപ്പിസോഡ് കണ്ടിരുന്നു. മറ്റേ നന്ദു ചേട്ടന്റെ നന്ദു ചേട്ടൻ സ്നേഹ കരഞ്ഞ് അത്, പിന്നെ സൂപ്പ് ഉണ്ടാക്കിയത്. മതി 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 മതി. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ആത്മാഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്. കരകോട്ട്. അപ്പൊ ഇന്നിപ്പോ ഗസ്റ്റ് വന്നത് കൊണ്ട് തന്നെ ഇതുവരെ കണ്ടിരുന്ന വ്യത്യാസമായിട്ട് രീതിയാണ് നമ്മൾ ഇന്ന് ഒരു സർപ്രൈസിന്റെ കാര്യം നമ്മുടെ തുടക്കത്തിൽ ഒരു സർപ്രൈസ് ഇന്ന് കൊടുക്കാൻ പോവുകയാണ്. ഒരു മിനിറ്റ്. സർപ്രൈസ് കൊണ്ടുവരാൻ പോവാണോ? ഓണമല്ലേ? ചെറിയ പൂക്കൾ പൂക്കളിടാൻ വേണ്ടി. അല്ല, അതിനകത്തുനിന്ന് ലോട്ടെടുക്കാൻ. ഇതിനകത്ത് ഇത് പൂക്കളാണ്, നമുക്കറിയാം. അപ്പൊ അത്തപ്പൂക്കൾ ഇട്ട് തുടങ്ങി നമ്മൾ ഓരോ വീടുകളിലും അത്തം, ചിത്ര, ജ്യോതി, വിശാഖം കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നോർമലി നമ്മൾ ഇതാ അതുകൊണ്ട് തന്നെ പൂവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് 4 ലോട്ടുകൾ കിടപ്പുണ്ട്. ബ്ലൂ കളറിൽ ഇതിനകത്ത് ഓരോ ലോട്ടിനകത്തും ഓരോ വിഭവങ്ങളുടെ പേരുണ്ട്. അത് പൊടിച്ച് അത് ആർക്കൊക്കെ ഏത് ടീമിന് ഏത് വിഭവമാണ് കിട്ടുന്നത് ആ വിഭവമാണ് നിങ്ങൾ തയ്യാറാക്കുന്നത്. സർപ്രൈസ്. പക്ഷെ ഒരു കാര്യം സിമ്പിൾ ആക്കി തരാം. ഓണം റിലേറ്റഡ് ആയതുകൊണ്ട് ഓണവുമായി ബന്ധപ്പെട്ട ഭക്ഷണങ്ങൾ തന്നെ ആയിരിക്കും. പോരെ? അതെന്താണെന്ന് ഇപ്പൊ ലോട്ട് എടുക്കുമ്പോ നമുക്ക് കാണാം. വിഷ്ണു എന്താ ഉണ്ടാക്കുന്നത്? അത് തന്നെ പൊടിഞ്ഞു പോകലടാ. നാദിരയാണോ വിഷ്ണു എടുക്കാൻ പോകുന്നത്? ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം തന്നെ കിട്ടണേ. പപ്പടോ? ഉണ്ടാക്കും. നോക്കിക്കോ. തുറന്ന് വായിക്ക്. വായിക്കാൻ അറിയില്ല, അതാ. പിന്നെ അറിഞ്ഞൂടാ വായിക്കാൻ അറിയാത്ത ഒരാള്. പപ്പടം, അവിയൽ. അവിയലാ? വാവ്. ഫസ്റ്റ് ടൈം ആണ്, ഉണ്ടാക്കാൻ അറിയില്ല. കഴിച്ചിട്ടുണ്ടോ? ആ ഉണ്ട്. ആ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. വലതാലോചിച്ച് അവിയൽ ഉണ്ടാക്കാൻ പോണപ്പോ അടുത്തത് ഒന്ന് കറക്കി എടുക്കാമായിരുന്നു. കിച്ചടി. കിച്ചടി. ബീട്രൂട്ട് കിച്ചടി. അതുകൊണ്ടാക്കാൻ അറിയില്ല. അപ്പൊ പൊളിക്കും. നിങ്ങൾക്കറിയാം ഈസിയാണ്, വലിയ പാടൊന്നുമില്ല. അവിയൽ കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ. പാവങ്ങൾക്ക് കിച്ചടി ചെയ്യണോ? വേണ്ട, തൽക്കാലം നിങ്ങൾ ചെയ്ത് പഠിക്കും. അതിനുള്ളൊരു വേദി അത് കൂടിയായി. ചെയ്യാൻ അറിയില്ല, ഇതും അറിയില്ല. പിന്നെ ഏത് കണക്കല്ലോ ക്രിസ് ആൻഡ് ദിവ്യ. ഒന്ന് ഇളക്കി എടുക്കണം. ഒന്ന് കറക്കി തിരിച്ച്. സാമ്പാർ. ഇതിപ്പോ എന്ത് കിട്ടിയാലും കുഴപ്പമില്ല. അല്ല, അത് അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ്. കാരണം അവർ അത്രയ്ക്കും അതിനകത്തൊക്കെ കൈപ്പുണ്യമുള്ള ആൾക്കാരാണ്. ഇഷ്ടമല്ലേ സാമ്പാർ ഉണ്ടാക്കാൻ? പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവർക്കതിൽ വലിയ വിഷമം കാണും. സാധാരണ സാമ്പാർ, അവിയൽ, തോരൻ ഇവരുണ്ടാക്കാറില്ല. മെക്സിക്കൻ കിക്ബാലി, അമേരിക്കൻ, സൗത്ത് ആഫ്രിക്കയിൽ മാത്രം കിട്ടുന്ന ലക്കസി. ശ്രീലങ്കൻ ഒരു സാധനം ഉണ്ടായിരുന്നു. അല്ല, ഈ വാശിക്ക് അന്നമ്മയ്ക്ക് ഫുള്ളായിട്ട് എല്ലാ ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിൽ നമുക്ക് നോക്കാം. എക്സാക്ട്ലി, തീർച്ചയായിട്ടും നല്ല കൈപ്പുണ്യം. അതെ, ചേച്ചിക്ക് വരാമേ ഞങ്ങൾ എടുത്തോളാം. പച്ചടി.
പച്ചടി. അവിടെ കിച്ചടി ഇവിടെ ഭയങ്കര പച്ചടി സിമ്പിൾ ആയിപ്പോയി അതിന്റെ അല്ല, എന്ത് സിമ്പിൾ ആയിപ്പോയി എന്റെ എന്ത് പച്ചടി? എന്ത് പച്ചടി? വെള്ളരിക്ക വെള്ളരിക്ക പച്ചടി. വെള്ളരിക്ക വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കുക. വെള്ളരിക്ക വെച്ചിട്ട് തന്നെ പച്ചടി ഉണ്ടാക്കണേ. അല്ലെങ്കിൽ പിന്നെ ഉണ്ട് വെണ്ടയ്ക്ക ഉണ്ട്, പക്ഷെ അല്ല, നമ്മൾ നമ്മുടെ വെള്ളരിക്ക സദ്യ എന്ന് പറയുമ്പോ വെള്ളരിക്ക പച്ചടി. റെഡി? അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പൊ സാധാരണ ഇരുന്ന് വീണ്ടും ഒരു സർപ്രൈസ്, ട്വിസ്റ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സ്ഥിതി വിപരീയം എന്ന് പറയും. പോകുന്ന വഴിക്ക് ഒരു ചെറിയ വ്യത്യാസം. സാധാരണ നമ്മളിങ്ങനെ സാധനങ്ങൾ തരും, ഞങ്ങൾ അത് റെഡിയാക്കും, കുക്ക് ചെയ്യും. പുറത്തുനിന്ന് പോയി പർച്ചേസ് ചെയ്യേണ്ടി വരും. പുറത്ത് പോയി ഞങ്ങൾ പർച്ചേസ് ചെയ്യും. അതെ. എവിടെ? നിങ്ങൾക്ക് ഒരുമിച്ച് പോകാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കി തരും. 10 മിനിറ്റാണ് സമയം. അല്ല പൈസ പൈസ അക്ഷരം തരും എന്ന് പറഞ്ഞല്ലോ. അനീഷേട്ടൻ 500 രൂപ തരും. ഒരു 500 രൂപ കൊടുത്തു. ആകെ ആകെ 500 രൂപ. 500 രൂപ. ഓരോ ടീമിനും 500 രൂപ വെച്ച് തരും. 500 എന്ത് കിട്ടും? 500 കിട്ടും. എടേ പച്ചടി ഉണ്ടാക്കാൻ പിന്നെ 50,000 രൂപയുടെ അവിയലിന് കൊറേ കാശാവും. ഇത് കല്യാണത്തിൽ എടുക്കാനല്ല പറഞ്ഞത്, ഒരു പോർഷൻ. നോക്കി വേറൊരു കാര്യം, ഈ ബാക്കി പൈസ തിരിച്ചു കൊണ്ടുവരണം കേട്ടോ. അയ്യോ, അതൊന്നും പറ്റൊന്നുമില്ല. ബാക്കി പൈസ അപ്പൊ ഒന്നോർക്കൂ, ഓരോ ടീമിനും 500 രൂപ വെച്ച് തരും. മിനിമം സമയം കൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത് വേഗം വരണം. കാരണം സമയമില്ല, നമുക്ക് ഇത് കഴിക്കാനുള്ളതാണ്. റിസൾട്ട് പറയാനാണ്. പ്രേക്ഷകർ എഴുതിട്ട് പോകരുത്. അതിന് മുമ്പായിട്ട് ഓടി ഇറങ്ങണം. ഓക്കെ, റെഡിയല്ലേ? റെഡി? താഴെ വണ്ടിയുണ്ട്. റെഡി? 1 2 3. പൈസ മേടിക്കാൻ ഓർഡറാ. അടിപൊളി. അപ്പൊ എന്തായാലും വളരെ സ്പിരിറ്റ് ആണ് നമ്മുടെ ഈ ടീമിന്. അനമന്തര കണ്ടില്ലേ, നമ്മള് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു കുടുംബമായിട്ടാണ് ഇവിടെ പാചകവും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ഓടി കുട്ടികളെ പോലെ, നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ പോലെ അവരിങ്ങനെ ഓടുകയാണ്. ബാക്കി അവിടെ എന്താവും കണ്ടറിയണം. അനീഷേട്ടാ, അപ്പൊ നമുക്ക് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്താൽ. നമുക്ക് റെസ്റ്റ് എടുക്കാം, അവർ പണിയെടുക്കട്ടെ. അതെ, അപ്പൊ ഒരു ഷോർട്ട് ബ്രേക്ക്. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. ഹായ്, അപ്പൊ നമ്മുടെ ഔട്ട്ഡോർ യാത്ര ആരംഭിച്ചു വണ്ടിയിലാണ്. അപ്പൊ ഞങ്ങക്ക് ചേച്ചി വന്നിട്ടുള്ള ഫസ്റ്റ് യാത്ര ഒരുമിച്ചുള്ള സത്യം ഞങ്ങളിത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ നല്ലൊരു എൻജോയ്മെന്റ് തന്നെയാണ്. ടെൻഷനില്ല, അഭിനയിക്കുമ്പോ എന്തൊരു ടെൻഷനാ, ഇത് എന്തൊരു സുഖം ഈശ്വര. സത്യം ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ടെൻഷൻ ഉണ്ട്, 500 രൂപ വന്നിട്ടുള്ളൂ. കാരണം ഞങ്ങൾക്ക് കുറച്ച് മഞ്ചും കിഞ്ചൊക്കെ മേടിക്കാണെങ്കിൽ അതിനൊന്നും തികയില്ല ഗൈസ്. പക്ഷെ സാരില്ല, 500 കൊണ്ട് ഞങ്ങൾ ഇന്ന് പൊളിക്കും ഷോപ്പിംഗ്. രാമചന്ദ്രൻ Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks. Isn't that spitting slow, spitting fast? I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past and the pettiness. A reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious because you are behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no ചേച്ചി ഡ്രൈ ഫ്രൂട്ട് സ്പെഷ്യൽ ഹൽവ, നൈസ് ഹൽവ. ഇതിൽ ഏത് ഹൽവ വേണം? കിച്ചടി ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ചേച്ചി ഏതെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എടുക്കട്ടെ ഇത്. ഓക്കെ അടിപൊളി ഗൈസ്. കിച്ചടി ഐറ്റംസ് മാത്രമല്ല ഒരു ഹൽവയും കൂടെ എടുത്തിട്ടുണ്ട്.
രാമചന്ദ്രനിൽ പോയിട്ട് ദാ വന്നിരിക്കുകയാണ് നമ്മുടെ അമ്മേ. കയ്യാണ്ടായി പോയി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് അന്തം വിട്ടൊരു ഓട്ടോ എലിവശത്ത് നിന്ന് എലിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അതെ, മാറി. ഇവര് ഞാനും വിഷ്ണു കൂടി കൂട്ടിയിടിച്ച് തെറിച്ചൊന്നും പറയണ്ട. ഞാൻ അവിടെ വെച്ച് അർത്ഥം വിട്ടു. ഒരു പച്ചടി ഒരു അവിയലിനുമാണ് സാധനം എടുക്കാൻ പോയത്. പക്ഷെ അവിടെ കണ്ടിട്ട് എവിടെയോ ഭയങ്കര എന്തോ ഒരു ഇവന്റ് നടക്കുന്ന സംഭവം അവിടെ അല്ല യമുന ചേച്ചി നമ്മള് കൂടുന്നു, ബഹളം വയ്ക്കുന്നു, തറയെ വീഴുന്നു, ഉരുണ്ട് നടക്കുന്നു. ഇത്രയും വലിയൊരു ഇത് എന്താ പറഞ്ഞ ഷോപ്പിംഗ് പ്ലേസ് അതിന്റെ ഉള്ളിൽ നമ്മൾ ഈ സംഭവങ്ങൾ നോക്കി വരണ്ടേ. മാത്രമല്ല സമയമുണ്ട്, ആകെ 10 മിനിറ്റ് അല്ലേ വേറെ സമയം. കാര്യമുണ്ട്, ഞങ്ങൾക്ക് അത് ഏറ്റവും മുന്നേ അത് പർച്ചേസ് ചെയ്ത് അവിടെ ചെന്ന് അതെ. ഇത് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങള് എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. അതല്ല, രാമൻ ഫോൺ വന്നിരുന്നു ട്രോളി ബാഗിൽ യാത്ര ചെയ്യുന്നുണ്ട്. ട്രോളിക്കകത്ത് സാധനത്തിന് വരെ ഞാൻ നോക്കിയപ്പോൾ നാദറ ഇരിക്കുന്ന വിഷ്ണു തള്ളിക്കൊണ്ട് വിചാരിക്കാൻ ഭക്ഷണം മേടിക്കാൻ അധികം പൈസ ഇല്ല. ഇപ്പോൾ ഐസ്ക്രീം മേടിച്ച് പൈസ ഇവര് അതൊക്കെ പോയത് ഒരു ഐസ്ക്രീം മാത്രമേ കുടിച്ചോളൂ. ഞാൻ 25 രൂപ അതായിരുന്നു. കുടിച്ചോളൂ. പക്ഷെ ഇവൻ റെഡ് ബുൾ വാങ്ങി അങ്ങനെയാ. 100 രൂപ അവിയലിന് വേണമെന്ന് പറഞ്ഞിട്ട് ഓടാൻ നമുക്ക് എനർജി ഉണ്ട്. അനീഷേട്ടാ, അനീഷേട്ടാ, ഇത് കമ്പനിക്ക് നഷ്ടമുണ്ട്. ഇല്ല 500 താഴെ പൈസ കാരണം ഇവിടെ നമ്മൾ ഇതിനകത്തല്ലേ കിടന്ന അലമ്പും ബഹളമല്ല. പക്ഷെ ആ വണ്ടിക്കകത്ത് നിന്ന് ഒട്ടും അലമ്പുണ്ടായി. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഷോപ്പിങ്ങിൽ പൊതുവേ നമ്മളൊരു കടയിൽ ചെന്ന് നമ്മൾ സാധനം എടുത്തു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ സ്റ്റാഫ് സാറിന് അത് ലൂസ് വേണോ, ഇങ്ങനെ വേണോ, ഇത് വേണോ എന്നുള്ള അങ്ങനെ ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ നന്നായിട്ട് നോക്കാൻ പറ്റും എന്നുള്ള ആ ഒരു വിഷമവും ഇല്ല. കാരണം അത്രയും നല്ല സപ്പോർട്ടായിരുന്നു അവരുടെ സൈഡിൽ നിന്ന്. ശരിക്കും എൻജോയ് ചെയ്തു. ഓക്കെ, സൂപ്പർ. അപ്പൊ എന്തായാലും സന്തോഷം. അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. 500 രൂപയല്ലേ അപ്സര നമ്മൾ കൊടുത്തുവിട്ടത്? അതിൽ എത്ര രൂപ വെച്ച് നിങ്ങൾ ചെലവാക്കി? നിങ്ങള് പറ. അല്ല, ഞാൻ ബില്ലടിക്കുന്ന സമയത്ത് ഞാൻ വേറെ എവിടെയായിരുന്നു. ഞാൻ കറക്റ്റ് നമ്മുടെ കിച്ചടിക്കുള്ള പച്ചടി എടുത്തോണ്ട് കിച്ചടിക്കുള്ള പച്ചടി പിന്നെ വെച്ചടി കഴിച്ചു. കിച്ചടിക്കുള്ള പച്ചക്കറി എടുത്തിട്ട് അപ്പൊ ആകെ ഒരു 135 140 അത്ര എങ്ങോട്ട് ആയുള്ളൂ. ഞാൻ നോക്കിയപ്പോ ഒരാളെ കാണാനില്ല. ദീപ വാ ബില്ലടിക്കണം. അവന്റെ പോക്കറ്റിലാണ് പൈസ, അവന്റെ പോക്കറ്റിലാണ് പൈസ കൊടുക്കണ്ടേ. വിളിച്ചപ്പോ അവൻ നോക്കിയപ്പോ ഒരു 2 പാക്കറ്റും കുപ്പിയൊക്കെ ആയിട്ട് വരും. ഞാൻ ചിന്തടാ അലുവയും മറ്റൊരു ജ്യൂസും. ഞാൻ നമുക്ക് അവിടെ ജോലി ചെയ്യുമ്പോ ക്ഷീണിക്കുമ്പോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനും കുടിക്കാനും. ഇല്ല പക്ഷേ ഞാനത് അലുവ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇവിടെ എല്ലാവർക്കും കൊടുക്കും. അല്ല, ഇതൊന്നും ഇവിടുന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അതിന് ഇന്ന സാധനങ്ങൾ വാങ്ങി ബാക്കി പൈസ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ അനീഷേട്ടാ ഒരു കാര്യമുണ്ട്. എപ്പോഴും നമ്മൾ പറയുമ്പോൾ കുടുംബം ഇമ്പോ ഉള്ളതാണ്, കുടുംബം എന്ന് പറയും, ഫാമിലി ആണെന്നൊക്കെ പറയും. പക്ഷെ അവിടെ പോയപ്പോൾ ഒരാൾക്ക് പോലും സ്നേഹം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും ഒരു മധുരം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കാര്യമുണ്ട്. വഴി കിടക്കണ തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിക്കും. നമ്മൾ എന്താ പറയണ്ട, ആ തേങ്ങ അടിക്കുന്ന തേങ്ങ ചീത്ത വീഴുമ്പോ എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്തു. എല്ലാവരും ഞാൻ കഴിച്ചില്ല. ഒരു ടിസ്റ്റ് ഉണ്ട്. അടുത്ത നിങ്ങൾ എത്ര രൂപ ചെലവായി? 276. 150 രൂപ ഭക്ഷണത്തിനും അല്ല അവിയലിന് ആവശ്യമായ പച്ചക്കറി അടക്കം ഐസ്ക്രീം ചേർത്ത് 350 രൂപ. അനീഷേട്ടാ ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ചേച്ചി ഞങ്ങൾക്ക് 196 196 രൂപ. ബാക്കി പൈസ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു പൈസ തന്നിട്ട് സാധനങ്ങൾ ആവശ്യമുള്ള സാധനം വാങ്ങി വരാൻ പറയുമ്പോൾ ആ വിഭവം തയ്യാറാക്കാൻ പറ്റുന്ന ആവശ്യമായ സാധനം വാങ്ങേണ്ടത് കറക്റ്റ് അല്ലേ? ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഒരു പർച്ചേസിന് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉള്ള ഒരു ഇടത്ത് നമ്മളൊരു 500 രൂപ കൊടുത്തു എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഏറ്റവും കുറഞ്ഞ ചെലവില് വേണ്ട സാധനങ്ങൾ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണെങ്കിൽ പോലും കാണം വിൽക്കണം. ഐസ്ക്രീം അല്ല, കുട്ടികൾക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കണം. കുട്ടികൾക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കണം. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ഈ കട്ടോണ്ടുള്ള സാധനം തിന്നാൽ അവർ എല്ലാവർക്കും കൊടുക്കണ്ടേ? നേരെ വന്നിട്ടുള്ള ഇവിടെ ഒരു കാര്യം, ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയല്ലേ,
തൊള്ളച്ചാട്ടം ആവട്ടെ. അല്ല വേണ്ട. ഒരു കാര്യം ഏത്തുടി പൈസ misuse ചെയ്യില്ല. ഞാൻ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ മേലാൽ ഇമ്മാതിരി കൂട്ടങ്ങൾക്ക് ഒരു വക വാങ്ങിച്ചു കൊടുക്കും. അതായത് എന്തിനാണ് ഈ പണിഷ്മെന്റ്? ഒരു മിനിറ്റ്, എന്തിനാണ് ഈ പണിഷ്മെന്റ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം നമുക്കറിയാം, വളരെ സൗഹൃദപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ, വളരെ സ്നേഹത്തോടെ. എന്നാലും പണിക്ക് പണിയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. 500 രൂപ കൊടുത്തിട്ട് മിനിമം ചെലവില് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞപ്പോ സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പൈസ ചെലവാക്കി മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പേരിൽ ആണ് ഈ പണിഷ്മെന്റ്. ഈ വീട്ടിൽ അല്പം മേടിക്കില്ല. 1 2 3 4 5 സാധനം പോണേ. ഓക്കെ പാവല്ലേ. ഇനി ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയാൽ അവിടെ ഐസ്ക്രീം ഐസ്ക്രീം കൂടെ വാ. നീ എനർജി ഡ്രിങ്ക് അല്ലേ കുടിച്ചത്? എവിടെ ചാടിക്കോ? എന്തെങ്കിലും പറയണ്ട. അന്ന് നീ മേളിൽ കയറി നാദറേ. ഇനിയിപ്പോ നമ്മള് വെറും വാശിയൊക്കെ കൂടി നമുക്ക് 2 വിഭവങ്ങളോട് തയ്യാറാക്കാണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് കിടന്നാലോ? തീർച്ചയായിട്ടും. വിഭവങ്ങൾ തയ്യാറാക്കുന്ന നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ശരി തന്നെ, മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. ലോട്ടറി ഇട്ടു. നമ്മൾക്ക് ഇട്ടിരിക്കുന്നത് വെള്ളരിക്ക പച്ചടി. കിച്ചടി പച്ചടി കൂടി എപ്പോഴും കിടുമ്പോൾ കൊളാവും. അതെ, അപ്പൊ നമുക്ക് പച്ചടിയാണ്. പക്ഷെ അത് സദ്യയില് പച്ചടി ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റൂ. കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് പച്ചടി കിച്ചടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഓണസദ്യയിൽ. അപ്പം ഞങ്ങൾ ഇത് ഇതാ നമ്മുടെ നല്ല വെള്ളരിക്കൊക്കെ നല്ല അരിഞ്ഞ് നല്ല കൃത്യം പാകത്തിനൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. കഴുകി വൃത്തിയാക്കി വെച്ചു മാറ്റുന്നു. അപ്പോൾ 2 പച്ചമുളക് വെച്ചു. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാനിട്ടത് നമ്മുടെ വെള്ളരിക്ക ഇട്ടു, 2 പച്ചമുളക് ഇട്ടു. ഓക്കെ, അതിൻ്റെ അകത്തേക്ക് കുക്കറിലേക്ക് ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരൊറ്റ അടി അടിച്ചു. കാരണം അല്ലെങ്കിൽ ഇത് ഇതായി ഒഴിക്കണം. മതി. ഒറ്റ വിസിൽ മതി. എന്നിട്ട് നമുക്ക് ബാക്കി എടുത്തതിന് ശേഷം കുറച്ചുകൂടെ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ കത്തി മിന്നിച്ചേക്കണേ ഞങ്ങളുടെ പച്ചടി മിന്നിച്ചേക്കണേ. ഭംഗിയുള്ള മിനോൾട്ടയുടെ കുക്കറിലാണ് കുക്ക് ചെയ്തത്. പിന്നെ ഇതിന് ഒരുപാട് ഐറ്റംസ് വേണ്ടത് വളരെ നിസ്സാരം. അപ്പൊ അതൊക്കെ ഞാൻ ഒന്ന് പറയട്ടെ. നമ്മൾ ഇത് വെച്ചല്ലോ, നമുക്കിനി വേണ്ടതൊന്നുമില്ല. തേങ്ങ നമുക്ക് അരയ്ക്കണം. ഇത് കടുക് പൊട്ടിക്കാൻ കൊല്ലമുളക്, വേപ്പില, കടുക് പൊട്ടിക്കണം. കടുക് അരയ്ക്കുകയും വേണം, നമുക്ക് കടുകും പൊട്ടിക്കണം. അപ്പൊ ജീരകം നമുക്ക് തേങ്ങ അരയ്ക്കാനായിട്ട്. പിന്നെ നമുക്ക് കേട്, നമ്മുടെ പുളി വേണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള കേട്, താളിക്കാനുള്ളത്, ഉപ്പിട്ടു, പച്ചമുളക് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടു. ഓക്കെ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല സൂപ്പർ പച്ചടി ഉണ്ടാക്കിയിട്ട് നമുക്കിത് കഴിക്കാം. ഓക്കെ, ഒറ്റ വിസിൽ വന്നാൽ മതി ഇതിൻ്റെ അകത്ത്. ഓക്കെ, വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഒരൊറ്റ കടുക് പൊട്ടിക്കൽ മാത്രം. തേങ്ങ അരച്ചു. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചു നോക്കാം. ഇത് വെള്ളം എടുത്തു കേട്ടോ, ഒരു സെക്കൻഡ്. ഒരു പൊടിക്ക് കുഞ്ഞു ജീരകം കേട്ടോ, അധികം ഇടാൻ. ജീരകം കൂടിപ്പോയാൽ ഭയങ്കര ഓക്കോടാണ്. അതെ, കുത്തൽ വരും. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് വെള്ളം എടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിലായിക്കോട്ടെ. പച്ചടിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. കടുക് പക്ഷി ഇട്ടിട്ട് നല്ല പൊട്ടിക്ക് തരിക്കടുകല്ലേ, ഇതിട്ടിട്ട് ഒരു 1/2 സ്പൂൺ നമ്മൾ കടുകിട്ടു. ആ കടുകിന്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ കുറച്ച് കയറി നിൽക്കണം. ഓക്കെ, കടുക് ഒന്നുകൂടി അരക്കണം. മതി, കറക്റ്റ് മതി, അത്ര മതി. അങ്ങനെ ഇരിക്കാൻ മതി. അപ്പം നമ്മുടെ ഇത് വെന്ത് കിടക്കുകയാണേ. അപ്പം ഞാനിതൊന്ന് പതുക്കെ. ചേച്ചി, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഓണത്തിന് വീട്ടിൽ എല്ലാ വെജിറ്റേറിയൻ കൂട്ടാനും
ഞങ്ങള് രണ്ടിതല്ലേടാ. അപ്പൊ മനുവിന്റെ വീട്ടിൽ ഓണം, വിഷു മനുവിന്റെ വീട്ടില്, ക്രിസ്മസും ഈസ്റ്ററും ഞങ്ങളുടെ വീട്ടില്. അപ്പൊ എല്ലാ സദ്യ ഞങ്ങൾ ഇപ്പൊ ഉണ്ടല്ലോ. ഡാഡി പറയേ, നിങ്ങൾ ഇത്രയും ദിവസം കഷ്ടപ്പെടുന്നതല്ലേ, അപ്പൊ അന്നത്തെ ദിവസം ഈ ഒരു സമയത്ത് നിങ്ങൾ കഷ്ടപ്പെടണ്ട, ഞാൻ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് ലീവാണ്. അമ്മച്ചി ഞങ്ങളൊക്കെ രാവിലെ കുളിച്ച് നല്ല ഡ്രസ്സ്, ഡാഡിക്ക് അതാണ് ഇഷ്ടം, എല്ലാവരും നല്ല കുളിച്ച് നല്ല വൃത്തിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് ഇരുന്നാ മതി എന്ന് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും അന്നത്തെ ദിവസം കേട്ടോ. റിലാക്സ് ആയിട്ടിരിക്കും. ഓക്കെ, അരച്ചവനെ നമ്മൾ ഇതിനകത്തേക്ക് തട്ടുക, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് തൈരും കൂടി വരുവേ, തൈരും കൂടി വരാനുള്ളതാണ്. അപ്പോൾ അതാണ്. ഓക്കെ, തൈരൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തെടുക്കാം, അടിച്ചെടുക്കാം. ഒന്ന് പറ്റിക്കോട്ടെ കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിച്ചാൽ, കടുക് പൊട്ടിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കടുകിൻ്റെ ഇതൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, നമ്മൾ കടുക് ഇട്ടു കേട്ടോ. കടുക് അപ്പോൾ ഞാൻ എൻ്റെ കേട്ടോ നമ്മളപ്പോൾ അതിൻ്റെ ഒരു ബൗളിലോട്ട് സർവിംഗ് ഡിഷിലേക്ക് മാറ്റും കേട്ടോ. നമ്മുടെ താളിപ്പ് അതിൻ്റെ മുകളിലേക്ക് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കലാശം. അപ്പൊ ഗൈസ് ഇതാ നോക്ക്, റെഡി സെറ്റ്. ഞങ്ങളുടെ വെള്ളരിക്ക പച്ചടി സെറ്റ് സെറ്റായി. ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ ഇതാ ഇവിടെ ഇങ്ങനെ വിൽക്കുകയാണ്. റെഡി ആയല്ലോ, എല്ലാം റെഡിയായിട്ടുണ്ട് ചേച്ചി. ഓക്കെ. അപ്പൊ നമ്മൾ എത്ര ഈസി ആയിട്ട് ചെയ്തല്ലേ. നമുക്ക് സദ്യ സദ്യയിലേക്ക് കിടക്കാം. പിന്നെ റെഡിയായാലും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടിയത് പല സ്ഥലങ്ങളിൽ പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും കിട്ടുന്നത് സദ്യ കഴിക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓക്കെ. Milma presents Vira Food Celebrity Kitchen Magic Season 3. Powered by Amrutaveni KSFE and നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. അപ്പോൾ ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. കൊണ്ടുവന്നല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ. ഓക്കെ, പോട്ടെ പോട്ടെ. ബീന ചേച്ചി നവീൻ. താങ്ക് യു. ബീന, ആന്റണി ആൻഡ് നവീൻ. അപ്പോൾ ബീന ചേച്ചിയും നവീനൂടെ ചെയ്തെടുത്ത ഞങ്ങൾ പോയി പർച്ചേസ് ഞങ്ങൾ ചെയ്ത് പോയി പർച്ചേസ് കൊണ്ടുവന്ന് ചെയ്ത് തട്ടി വീണ് ഒരുപാട് കഷ്ടപ്പെട്ടു. എന്താ ഈ ഐറ്റം? കിച്ചടിയല്ലേ? പച്ചടി, വെള്ളരിക്ക പച്ചടി. വെള്ളരിക്ക പച്ചടി സദ്യയിൽ ഒരു മെയിൻ ഐറ്റം ആണ്. അതെ അതെ അല്ലേ? കറക്റ്റ്. കുറെ പേർക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ എങ്കിലും കുറെ ആളുകൾക്കൊന്നും ഈ പച്ചടിയും കിച്ചടിയൊന്നും വലിയ അല്ലേ. പക്ഷെ എങ്കിലും കൂടെ ഇത് ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനമാണെന്നുള്ള. ഒഴിച്ച് കഴിക്കുന്ന ഒരു കറിയാണ്. അതെ, ഒഴിച്ചു കഴിക്കാം, തൊട്ട് കറിയും മാത്രം. അതെ, എങ്ങനെ അതും നല്ല പച്ച വെള്ളരിക്ക വെച്ച്. എന്തേ? അല്ല, നല്ല പച്ചയായ വെള്ളരിക്ക വെച്ച്. ആ പറഞ്ഞതിലുണ്ടായിരുന്ന ഒരു പച്ച ഉണ്ടല്ലേ ആ പച്ച. നമ്മളെടുത്ത നല്ല മഞ്ഞ മഞ്ഞയായിരുന്നു, പക്ഷെ ഉള്ളില് പച്ച. ഒന്ന് ഉറപ്പിക്കൂ, മഞ്ഞയായിരുന്നു പച്ചയായിരുന്നു? മഞ്ഞ വെള്ളരിക്ക. ശരി, ഒരു മിനിറ്റ്. ഈ പച്ചടി സാധാരണ ഏത് സ്ഥലത്ത് പല നമ്മൾ തിരുവിതാംകൂർ ശൈലിയുണ്ട്, അങ്ങോട്ടൊക്കെ ഓരോരോ മാറി വരുമല്ലോ. പച്ചടി എല്ലായിടത്തും പോയി കഴിച്ചിട്ടുണ്ടോ? അതോ എവിടെയെങ്കിലുമൊക്കെ നോട്ടീസ് ചെയ്യപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങൾ അല്ലെങ്കിൽ രുചികൾ? ഉണ്ട്. ഞാൻ ഏകദേശം എല്ലാ ജില്ലകളിലും പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ സദ്യയാണ് കേരളത്തിലെ ഏറ്റവും നല്ല സദ്യ. ഞങ്ങള് അല്ല നിക്കൂ, സദ്യ മാത്രം. എറണാകുളം അല്ല, അതിന്റെ പൊങ്കാല ഇതുവരെ അവസാനിച്ചിട്ടില്ല. കണ്ടോ കേട്ടോ? പറഞ്ഞതുകൊണ്ട് അറിവില്ലാത്ത ആൾക്കാർ അങ്ങനെ പലതും പറയും. നമ്മൾ അതൊന്നും നോക്കണ്ട. അല്ല, അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഓരോ സ്ഥലത്തിനും ഓരോ രീതികളുണ്ട്. നമ്മളെല്ലായിടത്തും പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇവർ വിളമ്പുന്ന ഐറ്റംസ് ഏകദേശം ഒന്നാണ്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷെ അവരുടെ ഒരു രീതി ഉണ്ടല്ലോ, ഒരു 16 ഐറ്റം, കുറെ പായസങ്ങൾ, അവരുടെ ഒരു സിസ്റ്റം ഉണ്ട്. ഒന്നും ബാക്കി വെക്കാൻ പാടില്ല നമ്മളെ ഇലയിൽ. അത് കഴിഞ്ഞിട്ടേ അടുത്തൊരു ചോറൊന്നും രണ്ടാമത് വരില്ല, കറികളൊന്നും രണ്ടാമത്. ചിലർക്ക് ദേഷ്യം വരും ചോദിച്ചിട്ട്. അത് തരാതിരിക്കുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ, ഒരു നമ്മൾ വയറ് നിറഞ്ഞ് പൊട്ടാതെ നമുക്ക് എഴുന്നേറ്റ് പോകാനും പറ്റില്ല. ആ ഒരു സിസ്റ്റത്തിലും പിന്നെ കറികളും വളരെ നല്ലതാണ്, പായസങ്ങളും നല്ലതാണ്. ബോളി വേറെ ആരും മോശമാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന പോലെ ഓരോ നാടിനും ഓരോ രുചികളുണ്ട്. അത് ആ രീതിയിൽ രുചിക്കുക, ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നിപ്പോ നമ്മള് ബീന ചേച്ചി നവീനോട് ചെയ്തു വെച്ച ഈ പച്ചടി, വെള്ളരിക്ക പച്ചടി, എറണാകുളം പച്ചടി. ഒരു ഡൗട്ട്, എനിക്ക് പച്ചടി കിച്ചടി തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞുതരാമോ? കിച്ചടി അല്ല, കിച്ചടി സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അല്ല, അത് വരുന്നുണ്ട്, കിച്ചടി ഉണ്ട്, വരുന്നുണ്ട്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എല്ലായിടത്തും കഴിക്കുന്ന ആളെന്നല്ല പച്ചടി കിച്ചടി. അല്ല, കളറിലല്ല വ്യത്യാസം, ടേസ്റ്റില് നല്ല വ്യത്യാസമുണ്ട്. ഈ ഇതില് കടുക് അരയ്ക്കും, അതെല്ലാവർക്കും ഇഷ്ടാവില്ല. ബീനേനെ നിരാശപ്പെടുത്തുന്നില്ലെങ്കിൽ കൂടെ ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കറി ഇത് കഴിച്ച ഇഷ്ടപ്പെടും. ഇന്ന് നോക്കിക്കോ, ഇന്ന് നോക്കിക്കോ, ഇത് കഴിച്ചിട്ട് ചിലപ്പോൾ പറയും ഞാൻ ഇന്ന് മുതൽ എന്നോട് ചോദിക്കും റെസിപ്പി. ചോറ് വേണ്ട, ഞാൻ ഇതേ കഴിക്കോളൂ, അങ്ങനെ പറയുമോ? കഴിക്കട്ടെ ഒന്നും പറയണ്ട. ട്രൈ ചെയ്യാം. മണത്തിൽ പെർഫെക്റ്റ് ആണ്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടുക് അരച്ചതിന്റെ കുത്തല് ഇല്ല. അത് ഞാൻ പ്രത്യേകിച്ച് എന്ത് പറയുമോ, എനിക്ക് അധികം കടുക് അരച്ച ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതിനെ കുറച്ച് പൊടിക്കാതെ ജസ്റ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ചെറുതായിട്ട്. അതെ, ഒട്ടും അരച്ച് ചേർത്തില്ല. അരച്ച് ചേർത്താൽ ഭയങ്കര കുത്തലായിരിക്കുമല്ലോ. അപ്പൊ അത് ഞാൻ ശ്രദ്ധിച്ചു. ശരിക്കും ഉറപ്പായിട്ടും അടിപൊളിയുണ്ട് കേട്ടോ. താങ്ക് ഗോഡ്. ഞാൻ വിചാരിച്ചു ഇനി ഇഷ്ടമില്ലാത്തൊരു സാധനം ആയതുകൊണ്ട്. അതിന്റെ ആ കുത്തലാണല്ലോ നമ്മളെ മെയിൻ അല്ലേ? ഇല്ല, കുത്തലില്ല. അല്ല, പക്ഷെ കടുക് അരച്ച് ചേർത്താൽ ഒരു ടേസ്റ്റ് വേണം, വേറെ അതുണ്ട്. പെർഫെക്റ്റ് കേട്ടോ, അടിപൊളി. താങ്ക് യു. ബീന ചേച്ചിയും നവീനും കൂടി ചെയ്തു വെച്ച പച്ചടി റിസൾട്ട് വന്നു കഴിഞ്ഞു. അതെ, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി മാർക്ക് എത്രയാന്ന് നമുക്ക് ലാസ്റ്റ് അറിയാം. അതെ, നമുക്ക് ഇന്നത്തെ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി അങ്ങോട്ട് തുടങ്ങാം അല്ലേ? അപ്പൊ ആദ്യം സാധന ഐറ്റംസ് ഒക്കെ ഒന്ന് പറയണം. നമുക്ക് ബീട്രൂട്ട് കിച്ചടിക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ സാധനം എന്താണ്? ബീട്രൂട്ട് തന്നെയാണ്. അതായത് നമുക്കത് മിക്സിയിൽ അടിക്കാൻ കണക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ മിക്സിയിൽ അത് ഗ്രൈൻഡ് ചെയ്യുന്നത്. സോ അതിനാവശ്യമായിട്ടുള്ള ബീട്രൂട്ട്, പിന്നെ നല്ല ജീരകം. നല്ല ജീരകം എന്ന് പറയാൻ 2 ജീരകമുണ്ട്. പെരുംജീരകം, രണ്ടാമത് നല്ല ജീരകം, നമുക്ക് ചെറിയ ജീരകമാണ്. പിന്നെ തേങ്ങ, കടുക് താളിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ ചില്ലി, അത് കഴിഞ്ഞിട്ട് പച്ചമുളക്, തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ സാധനം പച്ചടി കിച്ചടി ഒഴിച്ചുകൂടാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്താണ്? തൈര്. നല്ല കട്ട തൈര്, ഭയങ്കര പുളി പാടില്ല, ഒരു മീഡിയം ഇതിലുള്ള കട്ട തൈര്. കാരണം ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, വളരെ ഈസിയാണ്. രണ്ടാമത് നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കടുക്, പിന്നെ ഉപ്പ്, ഒഴിച്ചുകൂടാൻ പറ്റുന്ന സാധനം ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ എന്നുമുള്ള ഒരു കർമ്മമുണ്ട്. ആദ്യം എന്താണ്? അടുപ്പ് കത്തിക്കുക. ഐശ്വര്യമായിട്ട് അടുപ്പ് കത്തിച്ച് വെള്ളം ഒഴിച്ച് ബീട്രൂട്ട് അതിനകത്തിട്ട് കുറച്ച് പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇടാം. ഇനി ഇതിന് നമുക്കൊരു 4 വിസിലങ്ങ് അടുപ്പിക്കാം. നമ്മൾ ഈ വീട്ടമ്മമാരൊക്കെ ഈ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ ആട്ടി വെക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരാഴ്ചത്തേക്ക് അങ്ങ് ആട്ടി ഫ്രിഡ്ജിൽ വെക്കും. കാരണം ജോലി എളുപ്പമാവാൻ വേണ്ടി. കാരണം പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? ദീപന്റെ അവിടെ നടക്കത്തില്ല. അപ്പം ഞാൻ ഈ ഒരാഴ്ചത്തേക്കുള്ള ആട്ടി അങ്ങ് ഫ്രിഡ്ജിൽ കയറ്റി കഴിഞ്ഞാൽ ഡെയിലി പിന്നെ ആവശ്യമുള്ളത് രാവിലെ എഴുന്നേറ്റ് കുറേശ്ശെയാണ് എടുക്കുന്നത്. ഈ ബീട്രൂട്ട് തോരനൊന്നും മക്കൾക്ക് അത്ര പോരാ, ഇഷ്ടമല്ല, വലിയ പാടാ. ഞാൻ പിന്നെ വഴക്ക് പറഞ്ഞ് കഴിപ്പിക്കും. അതിന് ഞാൻ എന്താ ചെയ്തെന്ന് ഒരു ദിവസം കണ്ടുപിടിച്ച
പരിപാടിയാണ്. രാവിലെ ഈ മാവെടുത്ത് പുറത്ത് വെക്കുന്ന സമയത്ത് ആ മാവിന് ആവശ്യമുള്ള ബീട്രൂട്ട് എടുത്ത് ഞാൻ അരച്ചതി ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് ഇഞ്ചിയും ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഒക്കെ ക്രഷ് ചെയ്ത് ആ മാവിലിട്ട് ഇളക്കി ദോശ ഇട്ടു. ഈ അമ്മമാരുടെ കുറച്ച് നുറുക്ക് പരിപാടികളുണ്ട്. അതായത് വീട്ടിൽ കുട്ടികൾ ചിലപ്പോൾ ക്യാരറ്റ് കഴിക്കത്തില്ല, ബീട്രൂട്ട് കഴിക്കത്തില്ല, പാവയ്ക്ക് കഴിക്കത്തില്ല. പക്ഷേ ഇത് ഏത് വിനയും എന്താ പറയുക, ആ ഒരു സ്നേഹവും വാത്സല്യം കൊണ്ട് ഇവർക്ക് ആ ഒരു ഹെൽത്ത് വൈസ് അത് കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഒന്നുകിൽ ദോശയിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡിനകത്ത് എങ്ങനെയെങ്കിലും ഇത് ചേർത്ത് അവരെ ഉള്ളിലേക്ക് എത്തിക്കും. അതാണ് ആ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ? അതാണ്ട് ആവി പോയി നമ്മൾ തുറക്കുക. ചേച്ചി ഇത് അടുത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കും. എന്തോ നോക്കട്ടെ, എന്ത് കാണും? യെസ്, കറക്റ്റ് വന്നു. ഇനി ഇതിനെ നമ്മളൊന്ന് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ വെള്ളം നമ്മൾ കളയരുത്. നമ്മൾ അരപ്പരയ്ക്കുമ്പോൾ അതിൽ ഇത്തിരി ഇത് ചേർത്തിട്ട് അരച്ചാൽ മതി, വേറെ വെള്ളം എടുക്കണ്ട. ബീട്രൂട്ട് കുറച്ച് ചൂടുണ്ടായിരുന്നു, നമുക്ക് ടൈം ലിമിറ്റ് കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ എടുത്തത്. വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യല്ലേ, ഒന്ന് തണുത്തിട്ട് എടുത്ത് ഗ്രൈൻഡ് ചെയ്താൽ മതിയേ. അങ്ങനെ നമ്മൾ ഇതാണ്ട് പാൻ വെച്ചു, അതിലേക്ക് നമ്മൾ പേസ്റ്റ് പരുവത്തിനായിട്ടല്ലേ നമ്മൾ ബീട്രൂട്ട് പേസ്റ്റ്. അപ്പം നമ്മളിതാണ്ട് ഈ ബീട്രൂട്ട് വേവിച്ച വെള്ളം നമ്മൾ ഒട്ടും കളയില്ല, ഈ വെള്ളം ഇതിലേക്ക് നമ്മൾ ഒഴിക്കും. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ബീട്രൂട്ട് അല്ലേ? ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. പിന്നെ സയന്റിഫിക്കലി പറയാൻ എനിക്ക് വലിയ അറിവില്ല. സ്കിന്നിനൊക്കെ നല്ലതാണ്, പിന്നെ ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാണ്, പിന്നെ ആന്റി ഓക്സിഡന്റ് ആണ്, എന്തൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ബീട്രൂട്ട്. വേറൊരു സാധനം ഉണ്ടല്ലോ ഇപ്പൊ ABC ആപ്പിൾ ബീട്രൂട്ട്. ഞാൻ ഇടയ്ക്ക് കുടിക്കാറുണ്ട്. അതാണ് ഈ സൗന്ദര്യം. അത് വല്ലപ്പോഴും ഈ പറഞ്ഞ സാധനമൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും അല്ല, ഇതൊക്കെ ഇങ്ങനെ എക്സ്ട്രാ ഒക്കെ കൂടുതൽ സൗന്ദര്യം ബാലൻസ് ഞാൻ പെടുന്ന പാട് എനിക്കറിയാം. സോ നമ്മൾ ചേച്ചി അത് ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ കൂട്ടൊന്ന് റെഡിയാക്കാം. പച്ചമുളക്, കുറച്ച് ജീരകം. സോ ജീരകം, പച്ചമുളക്, തേങ്ങ, ഇതിനെ ഒന്ന് ഒരു കൂട്ട് തയ്യാറാക്കാം. സോ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന തേങ്ങ, പച്ചമുളക്, ജീരകം, ആ ഒരു കൂട്ട് കണ്ടോ, അതിന്റെ നിറം മാറിയതുണ്ടോ? എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. കണ്ടേ, നമ്മുടെ ആ പച്ചടി കറക്റ്റ് കൺസിസ്റ്റൻസി ആയി. കണ്ട, ആ കുമ്പളയൊക്കെ വരുന്ന ഇങ്ങനെ ബടബടബടബടാന്നായി ഒന്ന് ഡ്രൈ ആയി. അങ്ങനെ നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ നല്ല ഡ്രൈ ആയി. ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്തായാലും ചേർക്കുന്നത് തൈര് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തൈര് ചേർക്കാവൂ എപ്പോഴും. തൈര് ഇട്ടതിന് ശേഷം തിളപ്പിക്കരുത്, ഇട്ടുക, നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയത് മിക്സ് ചെയ്യാം. നീ എന്താ ചവയ്ക്കുന്നേ? നീ കടുവറക്കുള്ള കരുതി ഇതെന്താ പുതിയ ഐറ്റം ഉണ്ടാക്കി? ഇത് നമ്മൾ സർപ്രൈസ് റോഡിൽ അവിടെ പോയപ്പോഴേ രാമേന്ദ്രനിൽ പോയപ്പോൾ കിട്ടിയ സാധനം ഞാൻ എടുത്ത സാധനം. പണിയേടാ എന്റെ കുറ്റം പറഞ്ഞു. പിന്നെ കുറ്റം പറഞ്ഞാലും കഴിച്ചു. ഓക്കെ, ഡ്രൈ ഫ്രൂട്ട് അലുവയാണ്. കൊള്ളാടാ, എല്ലാവർക്കും കൊടുക്കണേ. എല്ലാവർക്കും കൊടുക്കാം. സോ ചേച്ചി തൈര് ചേർത്തിട്ട് ബീട്രൂട്ട് കിച്ചടിയുടെ പരുവത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഇളക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, എണ്ണ ചൂട്, കടുക് തളിക്കാനുള്ള കടുക്. പെട്ടെന്ന് കരിയാൻ പാടില്ല, കരിഞ്ഞതിന്റെ ടേസ്റ്റ് പോകും. ഓക്കെ, കടുകൊക്കെ കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊള്ളില്ല. തട്ടിക്കോ. അങ്ങനെ ഞങ്ങളുടെ കിച്ചടി, ഞങ്ങളുടെ ഓണസദ്യക്കുള്ള ഞങ്ങളുടെ കിച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഞങ്ങൾ ടേസ്റ്റ് നോക്കി, നന്നായിട്ടുണ്ട്. ഇനി ഇത് മത്സരമല്ലേ, വെയിറ്റ് ആൻഡ് സീ. ഇനി നമ്മൾ ഇതൊന്ന് പ്രസന്റ് ചെയ്യാനുള്ള ഡെക്കറേഷൻ പരിപാടിയിലേക്ക് ചെയ്യാൻ പോവാണ്. ദീപനെ ഞാൻ അതിനുവേണ്ടി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. കിച്ചടി തയ്യാറാക്കി നിർത്തിക്കുമ്പോൾ എന്നെ തയ്യാറാക്കി നിർത്തിക്കണം. കാരണം ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ ദീപനാണ് മിടുക്കൻ. ഞാൻ അത് എനിക്ക് പറ്റാത്ത കാര്യം ഞാൻ അത് കീഴടങ്ങി. ഓക്കെ, എനിക്കത് അറിയത്തില്ല. ദീപനാണ് അതിന് മിടുക്കൻ, അവനത് ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങളുടെ ഈ ഓണത്തിൻ്റെ ഞങ്ങളുടെ സ്പെഷ്യൽ ബീട്രൂട്ട് കിച്ചടി റെഡി ആയിരിക്കുന്നു. ഓണത്തിന്റെ സർപ്രൈസ് റൗണ്ടിൽ ഞങ്ങൾക്ക് കിട്ടിയത് ബീട്രൂട്ട് കിച്ചടിയാണ്. മനോഹരമായിട്ടുള്ള ബീട്രൂട്ട് കിച്ചടി നമ്മുടെ ഓണസദ്യയിൽ ഒരുക്കുന്ന പോലെ വാഴയിലയിൽ
ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾ സ്വന്തമായി പോയി Purchase പർച്ചേസ് ചെയ്തു. കൊണ്ടുവന്നിട്ടാണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നാണ് കുക്ക് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക്. പർച്ചേസ് ചെയ്ത് പറയുമ്പോൾ ഭയങ്കര ഹറിബറി ആയിട്ട് നമ്മൾ ഓടിപ്പോയി ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ച് എടുത്ത് ഇങ്ങനെ നമ്മൾ ഷോപ്പ് ചെയ്തിട്ടില്ല അല്ലേ? ഇത്രയും വെപ്രാളപ്പെട്ട് ഷോപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന ആ ഒരു വെപ്രാളത്തോടു കൂടി ഉണ്ടാക്കിയെങ്കിലും ഡിഷ് പൊളിയാണ്. അപ്പോൾ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Milma presents Vira Food Celebrity Kitchen Magic Season 3. Powered by Amrutaveni KSFE and നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. ദീപനും യമന ചേച്ചിന്താ കിച്ചടി എടുക്കാൻ പോയി. പച്ചടി എത്തിയെങ്കിൽ കിച്ചടി തയ്യാറാണ്. യമന ചേച്ചിയും ദീപനുമാണ് ചെയ്തിരിക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് എങ്ങനെ ചെയ്തത് എല്ലാവർക്കും അറിയാം. എന്നാലും ഒരു ഓടിച്ച് ബീട്രൂട്ട് ആദ്യം നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചിട്ട് അതിനെ ഒന്ന് അരയ്ക്കും, ഗ്രൈൻഡ് ചെയ്യും. എന്നിട്ട് അടുപ്പ് കത്തിച്ച് അതിലേക്ക് അതൊന്ന് കുക്കായി അതിലേക്ക് നമ്മൾ ഈ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അതും ഒന്ന് ചെറുതായിട്ട് അരച്ച് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് തൈര് ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിച്ച് കടുക് തളിക്കും. സദ്യയിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് കറിയാണ് ഇതും ഇഞ്ചി അച്ചാർ. ഇത്തിരി മുമ്പേ പറഞ്ഞ പച്ചടി എന്റെ ഭയങ്കര സമ്മതിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പോരെ നല്ലത് പറഞ്ഞാലും കുറ്റം. തൈരിന്റെ പുളി വരെ നമുക്ക് മണത്താൽ അറിയാമെന്നാണ് ശരിക്കും ഒരു കണക്ക്. നമുക്ക് പറയാം, കുഴപ്പമൊന്നുമില്ലല്ലോ. അടിപൊളി. എനിക്ക് സംശയം ഇത് കിച്ചടിയാണോ അതോ പായസമാണോ എന്നറിയാമോ? ഇത് ചില സ്ഥലത്ത് അരയ്ക്കുന്നതിന് വരെ ഇവിടെ ആ സാധനം ഇല്ല. നമുക്ക് ഉണ്ടായിരുന്നേ നമുക്ക് അങ്ങനെ ചെയ്യാം. മറ്റേ ഗ്രേറ്റ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു എന്നിട്ട് നമുക്ക് മോള് കഴിക്കൂ പ്ലീസ്. സോറി അളിയാ, ഞാൻ വെറുതെ പറഞ്ഞു. സൂപ്പർ, നല്ല ടേസ്റ്റ്. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? ഇല്ല, പെർഫെക്റ്റ് ആണോ? അപ്പൊ താങ്ക് യു. ഇനിയിപ്പോ തലവര വിശേഷങ്ങളും ആഘോഷങ്ങളൊന്നും തീരുന്നില്ല. ഇതിലും വലിയ ആഘോഷമായിട്ട് നമ്മൾ ഇനി അടുത്ത എപ്പിസോഡുകൾ വരും. അപ്പൊ തൽക്കാലം നമുക്ക് ഈ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ മിൽമ പ്രസൻസ് Vira Food Celebrity Kitchen Magic Season 3. Powered by Amrutaveni KSFE and നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. Song. Crockery partner Minolta, Asian Healthy Cooking. Anish Ravi costume sponsored by Dhanya Furniture, Kottarakara.